ഒരു വാദം എഴുതിയിട്ടുണ്ട്. ആ വാദത്തിൽ നിന്നുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 റൗണ്ട് കടന്നു, കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കഴിയുമ്പോഴേക്കൊന്ന് കഴിഞ്ഞു കിട്ടിയെങ്കിൽ. കാരണം ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ പറയാനുണ്ട്. ഞങ്ങൾ ഓതിയത് മാത്രമൊന്നുമല്ല, എത്ര തെളിവ് നമുക്ക് പറയാനുണ്ട് ഇവിടെ. അതൊന്നും പറയാൻ ഞങ്ങൾ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. കുറെ കാലമായി ഈ ഔദ്യോഗിക പക്ഷത്തിൽ നിന്ന് കിട്ടാൻ കൊതിച്ചു നടക്കുന്നു. ഈ കിട്ടിയ സമയത്ത് ഒന്ന് ചോദിച്ചുകൂടെ നിങ്ങൾക്ക്? ഞങ്ങളെ വാദത്തെ കുറിച്ച് ഒന്ന് ചോദിച്ചുകൂടെ? ഞാൻ ആവർത്തിക്കുന്നു, തൊടാൻ കഴിഞ്ഞിട്ടില്ല. അത് സാധാരണയാണോ? പറയണം നിങ്ങൾ. അത് സാധാരണയാണോ? പറയണം നിങ്ങൾ. അത് ഭൗതികമാണോ? പറയണം നിങ്ങൾ. അത് ദൃശ്യമാണോ? പറയണം. എന്റെ സാധാരണക്കാരായി അറിയാതെ പൊട്ടുപോയ മുജാസത്തുകൾ ചോദിക്കട്ടെ, ഒരാളുടെ വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുക്കൽ നിങ്ങളെ കാഴ്ചപ്പാടെന്താ? പറ്റുമെന്നോ പറ്റില്ല എന്നാണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ പറയണില്ല. നിങ്ങൾ ചിന്തിക്കൂ. ഒരാളെ വിയർപ്പ് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വിയർപ്പ് കൊണ്ടാണ് അവിടെ ഗുണം പ്രതീക്ഷിക്കുന്നത്. മുത്തുനബി പറഞ്ഞോ? പറയണ്ടേ? നിങ്ങളെ പുസ്തകത്തിൽ പറഞ്ഞ് ശരിയാണെങ്കിൽ പറയേണ്ടി വരില്ലേ? മുത്തുനബി പറയണ്ടേ? എന്താ മുസ്ലിം, നീ ശിർക്കല്ലേ ചെയ്യുന്നത്? നിങ്ങൾക്ക് തൗഹീദിന്റെ അടിത്തറ മനസ്സിലായില്ലേ? ഓ, എന്തൊരു ചോദിക്കണ്ടേ? പറഞ്ഞില്ല. എന്തേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അസാധാരണ രീതിയിലൂടെ, അഭൗതികമായ രീതിയിലൂടെ. കുഞ്ഞീദ് മദീനി പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ, മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം നേടിക്കൊണ്ട് മഹദിയായ മുസ്ലിം റളിയല്ലാഹു അൻഹാ എന്തു പറയാനുണ്ട്? ചോദ്യമല്ല, ഞങ്ങളുടെ ആവശ്യപ്പെടല. ഏത് ആയത്തോതും അതാ വിഷയം. ഏത് ആയത്തോതും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കെതിരെ ഏത് ആയത്തോതും. കാരണം നിങ്ങൾ പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അങ്ങനെയാണ് ഞങ്ങൾ മഹാന്മാരോട് തേടുന്നത് എന്നാണ്. അതാ നിങ്ങളുടെ വാദം. അത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വാദത്തിനെ തെളിവായി ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയത്തുകളെ ഖണ്ഡിച്ചത്. മൂപ്പര് ഇപ്പോഴും ആദ്യത്തെ 4 വരിയിൽ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഒരു വാദം കൂടി ഉണ്ട് കക്കുപ്പടി. മുജാഹിദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വാദം അടിയിൽ. ആ ഞങ്ങളെ വാദം തെളിയിക്കാനാ ഞങ്ങൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചത്. അതിനാ ഞങ്ങൾ ആയത്തുകൾ ഓതിയത്. ആ ആയത്തുകളെ പറ്റിയാ നിങ്ങൾ പറഞ്ഞത് അതൊക്കെ മക്കയിലെ മുശ്രിക്കാക്ക് ബാധകാണ്, ആ ആയത്ത് ഞങ്ങൾക്ക് ബാധകല്ല. അതാ ഞാൻ ചോദിച്ചത്. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട് എന്ന് കാസിമി അംഗീകരിച്ച ഈ മുസ്ലിങ്ങൾക്ക് നിങ്ങളൊരു ആയത്തോതും. ഈ ആയത്തൊക്കെ തന്നെ ഞങ്ങൾ ഓതുക, അതെന്നെ ഞങ്ങൾ ഓതിയത്. മനസ്സിലായോ? ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. തക്ബീറിന്റെ ശക്തി